ഞാൻ അവതരിപ്പിച്ച കഴിഞ്ഞ 5 ബജറ്റുകളിലും പുതിയ കാലത്തിനനുസൃതമായ പദ്ധതികളും പ്രഖ്യാപനങ്ങളും സവിശേഷ പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തിയിരുന്നു. ലോകം മാറുന്നതിനൊപ്പം കേരളവും മാറണമെന്നും നാടിൻ്റെ സാമൂഹിക സാംസ്കാരിക തൊഴിൽ മണ്ഡലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായ വികസന ശൈലി രൂപപ്പെടുത്തുന്ന പദ്ധതികൾ സർക്കാർ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. സർ, മുൻ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച ഗ്രഫീൻ ഇന്നൊവേഷൻ സെന്റർ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഡിജിറ്റൽ സയൻസ് പാർക്ക്, സർവകലാശാലയിലെ മികവിൻ്റെ കേന്ദ്രങ്ങൾ, വർക്ക് നിയർ ഹോമുകൾ, ട്രാൻസ്ലേഷൻ സെന്ററുകൾ, സ്കിൽ പാർക്കുകൾ, അഗ്രി പാർക്കുകൾ തുടങ്ങി നിരവധി പദ്ധതികൾ യാഥാർത്ഥ്യമാകുക, പൂർത്തീകരണ ഘട്ടത്തിൽ എത്തുകയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പ്രായമായവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെറുപ്പക്കാരുടെ എണ്ണം കുറയുകയും ചെയ്യുകയാണ്. മുതിർന്ന പൗരന്മാർക്ക് സംരക്ഷണവും വരുമാനവും നൽകാൻ കഴിയുന്ന നിരവധി പദ്ധതികൾ മുൻ ബജറ്റുകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കെയർ എക്കോണമിയും സിൽവർ എക്കോണമിയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന മേഖലകളാണ്. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ വർഷത്തിലേക്കുള്ള പദ്ധതികളെക്കുറിച്ച് നാം ചർച്ച ചെയ്യുന്നത്. മുൻ ബജറ്റുകളുടെ നൂതനാശയങ്ങളും ചർച്ചകളും മുന്നോട്ട് കൊണ്ടുപോവുകയും പുതിയവ കൂട്ടിച്ചേർത്ത് അതിനെ വികസിപ്പിക്കുകയും ചെയ്യുക എന്ന സമീപനമാണ് ഈ ബജറ്റിലും സ്വീകരിക്കുന്നത്. സർ, വേൾഡ് എക്കണോമിക് ഫോറം. സർ, കഴിഞ്ഞ ദിവസം ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ കേരളം ഒപ്പുവെച്ചത് 1.18 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ താൽപര്യപത്രമാണ്. വിവിധ ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള കമ്പനികളാണ് കേരളത്തിൽ നിക്ഷേപം നടത്താനായി തയ്യാറായിരിക്കുന്നത്. മെഡിക്കൽ ടെക്നോളജി, വ്യവസായം, റിന്യൂവബിൾ എനർജി, ഡാറ്റാ സെന്റർ, എമർജിംഗ് ടെക്നോളജി എന്നീ മേഖലകളിലെ 27 കമ്പനികളിലാണ് താൽപര്യപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. സർ, ഹൈഡ്രജൻ വാലി. സർ, കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച ഹൈഡ്രജൻ വാലി പദ്ധതിയും ഹൈഡ്രജൻ ഇല്ലാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയും സംബന്ധിച്ച് നിർണായക നടപടികളിലേക്ക് കടക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. സിയാൽ BPCLുമായി ചേർന്ന് ഗ്രീൻ ഹൈഡ്രജൻ ഡിസ്പോസിംഗ് യൂണിറ്റ് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഹൈഡ്രജൻ വാലി ഇന്നൊവേഷൻ ക്ലസ്റ്ററുകൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകുകയുണ്ടായി. വേൾഡ് എക്കണോമിക് ഫോറത്തിൽ വെച്ച് ഗ്രീൻ കോപ്പ് കമ്പനിയിൽ നിന്നും 10,000 കോടി രൂപയുടെ നിക്ഷേപം പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ നമുക്ക് ആകർഷിക്കാൻ കഴിഞ്ഞു. തുടർ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി തുക അനുവദിക്കുന്നതാണ്. സർ, റെയർ എർത്ത് കോറിഡോർ. സർ, ബഹിരാകാശ ഗവേഷണം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ആവശ്യമായ തോറിയം, സ്കാൻഡിയം തുടങ്ങിയ റെയർ എർത്ത് മൂലകങ്ങൾ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ സുലഭമാണ്. ഊർജ്ജോൽപാദനം, പ്രതിരോധ, വ്യോമയാന മേഖലകളിലും ഇലക്ട്രിക് വാഹനങ്ങളുടെയും ഡ്രോണുകളുടെയും CT സ്കാൻ ഉപകരണങ്ങളുടെയും നിർമ്മാണത്തിനും ഇവ അപേക്ഷിതമാണ്. വിഴിഞ്ഞം തുറമുഖത്തു നിന്നും ചവറയെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന ഒരു റെയർ എർത്ത് കോറിഡോർ സ്ഥാപിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടൊരു കേന്ദ്രം ചവറ KMMLനോട് ചേർന്ന് സ്ഥാപിക്കും. ഇതുവഴി രാജ്യത്തെ ഏറ്റവും വലിയ പെർമനന്റ് മാഗ്നറ്റ് ഹബായി മാറാൻ കേരളത്തിന് കഴിയും. കൂടാതെ 42,000 കോടി രൂപയുടെ നിക്ഷേപവും 50,000 തൊഴിലവസരങ്ങളും പ്രതീക്ഷിക്കുന്നു. KMML, കർട്ടോൺ, TDC എന്നീ സ്ഥാപനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ട് ഒരു റെയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽ മിഷൻ രൂപീകരിക്കുന്നതിനായി 100 കോടി രൂപ നീക്കിവെക്കുന്നു. പ്രതിരോധ ഇടനാഴി. സർ, കേരളത്തിൽ ഗവേഷണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രതിരോധ മേഖലയിൽ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നേവൽ കമാൻഡ്, സദേൺ എയർ കമാൻഡ്, നേവൽ അക്കാദമി, DRDO, NPOL, ബ്രഹ്മോസ് എയറോസ്പേസ്, VSSC, IAST, ISER തുടങ്ങി പ്രതിരോധ രംഗത്ത് വിവിധ സ്ഥാപനങ്ങളെ കൂട്ടിയിണക്കി ഒരു പ്രതിരോധ സാങ്കേതിക ഇന്നൊവേഷൻ ഹബ്ബ് സ്ഥാപിക്കാൻ സർക്കാർ ആലോചിക്കുന്നു. ഇതൊരു പ്രതിരോധ ഗവേഷണ വികസന ഇടനാഴിയായി വികസിപ്പിക്കും. ഇതിനായി 50 കോടി രൂപ പ്രാഥമികമായി മാറ്റിവെക്കുന്നു. സർ, മലയാളത്തിൽ ഉന്നത നിലവാരമുള്ള ഒരു വിശാല ഭാഷാ മാതൃക സൃഷ്ടിക്കുന്നതിനും പരിശീലനം നൽകുന്നതിനും ഡെവലപ്പർമാർക്കും ഇന്നോവേറ്റർമാർക്കും പ്രോത്സാഹനം നൽകുന്നതിനായി ഒരു സമയബന്ധിത മലയാള ഭാഷാ മാതൃക ചലഞ്ച് ആവിഷ്കരിക്കുന്നത് ഉദ്ദേശിക്കുന്നു. ആഗോള നിർമ്മിത ബുദ്ധി ഒരു പരിധിവരെ മലയാളത്തെ പിന്തുണയ്ക്കുമെങ്കിലും ഇത്തരം സംവിധാനങ്ങളൊക്കെയും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പ്രഥമ സ്ഥാനം നൽകുന്ന വിധത്തിൽ രൂപീകരിക്കപ്പെട്ടവയാണ്. അതുകൊണ്ട് മലയാളത്തിന് പ്രഥമ പരിഗണന നൽകുന്ന വിധത്തിൽ പഠന, ആശയവിനിമയം, സർഗസൃഷ്ടി, ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ഗുണനിലവാരത്തോടെ സ്ഥിരമായി ലഭ്യമാക്കുന്ന സംവിധാനങ്ങൾ ഇപ്പോഴും പൂർണ്ണതോതിലായിട്ടില്ല. അതിനാൽ മലയാളത്തിന് പ്രഥമ നൽകുന്ന ഒരു മാതൃക സൃഷ്ടിക്കുന്നതിന് വഴി നിർമ്മിത ബുദ്ധിയുടെ ഗുണഫലങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ഭാഷയിൽ തന്നെ ലഭ്യമാകുന്നതിന് സഹായകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത്. ഈ മേഖലയിലേക്ക് ഗണ്യമായ ഉപയോഗങ്ങളും സേവനങ്ങളും സൃഷ്ടിക്കുന്നതിന് ഡെവലപ്പർമാരെ സഹായിക്കുകയും ചെയ്യും. ഈ ലക്ഷ്യത്തിനായിട്ട് 1 കോടി രൂപ വകയിരുത്തുന്നു. സർ, റീജിയണൽ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം RRTS. സർ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിവേഗ യാത്രാ സൗകര്യം അനിവാര്യമാണ് എന്നത് നമുക്കെല്ലാം അറിവുള്ളതും ബോധ്യമുള്ളതുമാണല്ലോ. ഡൽഹി മീററ്റ് RRTS കോറിഡോർ മാതൃകയിൽ 4 ഘട്ടമായിട്ടാണ് കേരളത്തിൽ ഈ സംവിധാനം വിഭാവനം ചെയ്യുന്നത്. ഈ പദ്ധതിക്ക് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ 1ാം ഘട്ടം, തൃശ്ശൂർ കോഴിക്കോട് 2ാം ഘട്ടം, കോഴിക്കോട് കണ്ണൂർ 3ാം ഘട്ടം, കണ്ണൂർ കാസർഗോഡ് 4ാം ഘട്ടം എന്ന നിലയിലാണ് പദ്ധതി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവിൽ ഉയർന്ന തൂണുകളിൽ കൂടി പോകുന്ന ഈ ഗതാഗതത്തിന്റെ പ്രത്യേകത നഗര മെട്രോ പദ്ധതികളുമായി സംയോജിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിക്കുന്നു. സാർ, തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെയുള്ള MC റോഡ് 24 മീറ്റർ വീതിയിൽ 4 വരിയായി പുനർനിർമ്മിക്കുന്ന പദ്ധതി കിഫ്ബിയിലൂടെ ഏറ്റെടുക്കുകയാണ്. ഇതിന്റെ പ്രാരംഭമായ ഫണ്ട് മുമ്പ് വെച്ചിരുന്നതാണ്. പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ബൈപ്പാസുകൾ നിർമ്മിക്കുകയും ജംഗ്ഷനുകൾ വികസിപ്പിക്കുകയും ചെയ്തതാണ് ആദ്യഘട്ടം. ഇതിന്റെ ഭാഗമായി കൊട്ടാരക്കര ബൈപ്പാസിന് 110.36 കോടി രൂപയുടെ സാമ്പത്തിക അനുമതി നൽകിയിട്ടുള്ളതും ഭൂമി ഏറ്റെടുക്കൽ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരുന്നതാണ്. ആദ്യഘട്ടം എന്ന നിലയിൽ കിളിമാനൂർ, നിലമേൽ, ചടയമംഗലം, ആയൂർ, പന്തളം, ചെങ്ങന്നൂർ ബൈപ്പാസുകളുടെ നിർമ്മാണവും വിവിധ ജംഗ്ഷനുകളുടെ നിർമ്മാണവും ഉണ്ടാവും. സാർ, 1ാം ഘട്ടം MC റോഡ് വികസന പദ്ധതിക്കായി 5,217 കോടി രൂപയാണ് കിഫ്ബിയിലൂടെ നീക്കിവെക്കുന്നത്.
സർ, സൈബർ വാലി. സർ, കൊച്ചിയിലെ 300 ഏക്കർ ഇൻഫോ പാർക്ക് ഫേസ് 3-ൽ ഒരു സൈബർ വാലി വികസിപ്പിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. ഐ ടി അധിഷ്ഠിത സേവനങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങി സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ ഒരു കേന്ദ്രമായി സൈബർ വാലി പ്രവർത്തിക്കും. ആധുനിക നഗരജീവിതത്തിന് പര്യാപ്തമാകുന്ന ഡിജിറ്റൽ സൗകര്യങ്ങളോടൊപ്പം ഡിജിറ്റൽ സംരംഭകത്വവും തൊഴിലും സൃഷ്ടിക്കുന്ന കേന്ദ്രമാവും സൈബർ വാലി. PPP മാതൃകയിൽ ആസൂത്രണം ചെയ്യുന്ന ഈ പദ്ധതിക്കായിട്ട് 30 കോടി രൂപ പ്രാഥമികമായിട്ട് മാറ്റിവെക്കുന്നു. ആഗോള സ്കൂൾ. സർ, കേരളത്തിലെ വിദ്യാർത്ഥികൾ പ്രതിവർഷം ഉന്നത വിദ്യാഭ്യാസത്തിനും തൊഴിൽ പഠനങ്ങൾക്കുമായി ഏകദേശം 8,000 കോടി രൂപയിലധികം സംസ്ഥാനത്തിന് പുറത്തേക്ക് നൽകുന്നു എന്നാണ് കണക്ക്. ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയും പുതിയ കാലത്തിന് അനുയോജ്യമായ തൊഴിൽ പരിശീലനവും നൈപുണ്യ സമ്പാദനവും പ്രദാനം ചെയ്യുന്ന ആഗോള സ്കൂൾ കേരളത്തിൽ സ്ഥാപിക്കും. ഇക്കണോമിക്സിനും ഫ്യൂച്ചർ ടെക്നോളജിക്കുമായിരിക്കും ഇവിടെ പ്രാധാന്യം നൽകുന്നു. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയുടെ സർക്കാർ വിഹിതം നീക്കിവെക്കുന്നു. സർ, വർക്ക് നിയർ ഹോം. സർ, കേരളത്തിലെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കൊട്ടാരക്കരയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 150 പേർക്ക് ഐ ടി അധിഷ്ഠിത തൊഴിലെടുക്കാനുള്ള സൗകര്യമാണ് കൊട്ടാരക്കര വർക്ക് നിയർ ഹോമിനുള്ളത്. കൊല്ലം, വർക്കല, രാമനാട്ടുകര തുടങ്ങി കുറേ കേന്ദ്രങ്ങളിൽ ഇത് നിർമ്മാണ ഘട്ടത്തിലാണ്. വർക്ക് നിയർ ഹോം പദ്ധതി അടുത്ത വർഷം ചുരുങ്ങിയത് 200 കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. കെട്ടിടങ്ങൾ വിട്ടു നൽകാൻ തയ്യാറുള്ള കോളേജുകൾ, പോളിടെക്നിക്കുകൾ, ഐ.ടികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകും. ഇതിനായിട്ട് 150 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, സ്പെഷ്യൽ എൻറിച്ച്മെന്റ് പദ്ധതി. സർ, ഗോത്രമേഖലയിലെ 40 സ്കൂളുകളിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച സ്പെഷ്യൽ എൻറിച്ച്മെന്റ് പദ്ധതിയുടെ വിജയത്തെ തുടർന്ന് ഇത് കൂടുതൽ സ്കൂളുകളിൽ നടപ്പിലാക്കും. കുറഞ്ഞത് 50 പട്ടികവർഗ വിദ്യാർത്ഥികൾ പഠിക്കുന്ന 340 സ്കൂളുകളിലേക്കും കുറഞ്ഞത് 100 പട്ടികജാതി വിദ്യാർത്ഥികൾ പഠിക്കുന്ന 300 സ്കൂളുകളിലേക്കായും അടുത്ത വർഷം ഈ പദ്ധതി വ്യാപിപ്പിക്കും. ഇതിനായിട്ട് 60 കോടി രൂപ വകയിരുത്തുന്നു. പഞ്ചായത്ത് തല സ്കിൽ സെന്ററുകൾ. സർ, ദൂരസ്ഥലങ്ങളിൽ പോയി തൊഴിലെടുക്കാൻ കഴിയാത്ത, പല കാരണങ്ങളാൽ വീടുകളിൽ തന്നെ നിൽക്കേണ്ടി വന്നിട്ടുള്ള സ്ത്രീകൾക്ക് മികച്ച വരുമാനം ലഭിക്കുന്ന തൊഴിലുകൾ പരിശീലിക്കാനുള്ള അവസരം ഗ്രാമങ്ങളിൽ ഒരുക്കും. സർക്കാർ മുൻകൈയിൽ സജ്ജമാക്കുന്ന ഇത്തരം സ്കിൽ സെന്ററുകളുടെ സ്ത്രീകൾക്ക് വിവിധ തൊഴിലുകൾ സ്വായത്തമാക്കാം. തുടർന്ന് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ സ്ത്രീകൾ പര്യാപ്തരാകും. ഇതിനായി സ്കിൽ സെന്ററുകൾ വ്യാപിപ്പിക്കുന്നതിനും ഷീ വർക്ക് സ്പേസുകൾ നിർമ്മിക്കുന്നതിനുമായി പ്രാഥമികമായി 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, കമ്മ്യൂണിറ്റി തല സൗരോർജ്ജ ഉൽപ്പാദനം. സർ, ഗ്രാമപഞ്ചായത്തുകളെ ഊർജ്ജോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി പഞ്ചായത്തുകൾ കമ്മ്യൂണിറ്റി തല സൗരോർജ്ജ ഉൽപ്പാദനവും സംഭരണവും പ്രോത്സാഹിപ്പിക്കും. സൗരോർജ്ജം സംഭരിച്ച് വിതരണം ചെയ്യുന്ന സൗകര്യങ്ങൾ സൃഷ്ടിക്കും. അതിനായി ഓരോ പഞ്ചായത്തിലും 1 കോടി രൂപ വീതം നൽകുന്ന പദ്ധതി പ്രഖ്യാപിക്കുന്നു. തൃശൂർ ജില്ലയിലെ പെരിഞ്ഞനത്ത് പൈലറ്റ് പദ്ധതി നടപ്പിലാക്കും. ഇതിനായി 2 കോടി രൂപ നീക്കിവെക്കുന്നു. ബ്ലൂ എക്കണോമി. സർ, കേരളത്തിൽ സമ്പന്നമായ സമുദ്രോൽപ്പന്നങ്ങളുണ്ട്. വിഴിഞ്ഞം ഉൾപ്പെടെ തുറമുഖങ്ങളുടെ വളർച്ചയോടെ സമുദ്ര വിഭവങ്ങളുടെ വ്യവസായ രംഗത്ത് ഒരു പ്രധാന കേന്ദ്രമായി മാറാൻ കേരളത്തിന് കഴിയും. സ്വകാര്യ നിക്ഷേപങ്ങൾ ആകർഷിച്ചും ആധുനിക വ്യവസായങ്ങൾ തുടങ്ങി നമുക്ക് മുന്നേറാനാവും. PPP മോഡൽ വികസനത്തിന് ഈ രംഗത്ത് വലിയ സാധ്യതകളുണ്ട്. കേരളത്തിന്റെ ശക്തമായ മറൈൻ എക്കോസിസ്റ്റം സൃഷ്ടിച്ച് ബ്ലൂ എക്കണോമി ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.